എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് 3000 രൂപയ്ക്ക് മുകളിലുള്ള UPI ഇടപാടുകൾക്ക് ചാർജ് നൽകേണ്ടി വരുന്നതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള കൂടുതൽ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. UPI ഇടപാടുകളിൽ വൻ വർധനവാണ് രാജ്യമെങ്ങും ഉണ്ടായിരിക്കുന്നത്. ഈ സാഹചര്യം കണക്കിലെടുത്ത് ബാങ്കുകളെയും സേവനദാതാക്കളെയും സഹായിക്കുന്നതിനായി ഉപഭോക്താക്കളിൽ നിന്ന് ചാർജ് ഈടാക്കുവാൻ സർക്കാർ ഒരുങ്ങുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. 3000 രൂപയ്ക്ക് മുകളിലുള്ള UPI ഇടപാടുകൾക്ക് നിശ്ചിത തുക നൽകേണ്ടി വരുമെന്നാണ് NDTV റിപ്പോർട്ട് ചെയ്യുന്നത്. ഡിജിറ്റൽ പണമിടപാടുകൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ചെലവ് വർദ്ധിച്ചുവെന്നും ഇക്കാര്യത്തിൽ സഹായം വേണമെന്നുള്ള ബാങ്കുകളുടെയും സേവനദാതാക്കളുടെയും നിരന്തരം ആവശ്യം പരിഗണിച്ചാണ് നടപടിയെന്നും റിപ്പോർട്ട് പ്രകാരം വ്യക്തമാക്കുന്നുണ്ട്. ചെറിയ രീതിയിലുള്ള UPI പേയ്മെൻറ്റുകൾക്ക് ചാർജ് ഉണ്ടായിരിക്കണമെന്നില്ല. അതേസമയം വലിയ ഇടപാടുകൾക്ക് ചാർജ് ഈടാക്കുമെന്നും 2020 മുതലുള്ള സീറോ മെർച്ചന്റ് ഡിസ്കൗണ്ട് റേറ്റ് ഒഴിവാക്കുകയാണെന്നും ഉന്നത ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തി. UPI വഴി നടത്തുന്ന വലിയ സാമ്പത്തിക ഇടപാടുകൾക്ക് മെർച്ചന്റ് ഡിസ്കൗണ്ട് റേറ്റായി 0.3% ഈടാക്കണമെന്ന് പേയ്മെന്റ് കൗൺസിൽ ഓഫ് ഇന്ത്യ നിർദ്ദേശിക്കുന്നുണ്ട്. നിലവിൽ ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകൾ മേലുള്ള മെർച്ചന്റ് ഡിസ്കൗണ്ട് റേറ്റ് 0.9% മുതൽ 2% വരെയാണ്. റൂപേ കാർഡുകൾക്ക് ഇത് ബാധകമല്ല. NPCI ബാങ്കുകൾ, ഫിൻടെക് കമ്പനികൾ മുതലായ ഓഹരി ഉടമകളുമായി വിശദമായിട്ടുള്ള ചർച്ചകൾ നടത്തിയ ശേഷം മാത്രമേ UPI നിരക്കുകൾ പണമീടാക്കുന്നതിൽ അന്തിമ തീരുമാനം പ്രഖ്യാപിക്കുകയുള്ളൂ. ഇതിനായി 2 മാസം വരെ സമയമെടുക്കുമെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.